Statlive ബ്ലോഗിൽ ഇന്ന് നമ്മൾ പഠിക്കുന്നത് മീഡിയൻ ആണ്. മീഡിയൻ റോ ഡാറ്റ തന്നു കഴിഞ്ഞാൽ എങ്ങനെ മീഡിയൻ കാണാം എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചു. അതിന് മുമ്പത്തെ വീഡിയോകളിൽ നമ്മൾ മീൻ എന്ന ആവറേജിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ടേബിൾ തന്നാൽ എങ്ങനെ മീഡിയൻ കാണാം എന്നുള്ളതാണ്. മീഡിയൻ ഫ്രം റോ ഡാറ്റ നമ്മൾ കണ്ടു. റോ ഡാറ്റ തന്നു കഴിഞ്ഞാൽ മീഡിയൻ കാണാൻ പഠിച്ചു. ഇനി നമ്മൾ പറയുമ്പോൾ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ തന്നാൽ എങ്ങനെ മീഡിയൻ കാണാം എന്നുള്ളതാണ്. ഇപ്പോൾ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസിയുടെ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ദ ഫോളോയിങ് ഡാറ്റ ഗീവ്സ് ദ ഡെയിലി വേജസ് ഓഫ് വർക്കേഴ്സ് ഇൻ എ മാനുഫാക്ചറിങ് കമ്പനി, ഫൈൻഡ് ദ മീഡിയൻ വേജ്. ഇവിടെ ഡെയിലി വേജസ് തന്നിട്ടുണ്ട് ഇൻ ഹൺഡ്രഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്, 100-ലാണ്. 6, 8, 10 എന്ന് പറഞ്ഞാൽ അതൊക്കെ ഇതിൻ്റെ 100 കൊണ്ട് ഗുണിക്കണം. 600, 800, 10, 1000, 1200 ഇങ്ങനെയാണ് വേജസ് തന്നിട്ടുണ്ട്. അതിൻ്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് വർക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്പർ ഓഫ് വർക്കേഴ്സ് നമ്മൾ ഫ്രീക്വൻസി എന്ന് വിളിക്കാം. അപ്പോൾ തന്ന ഡാറ്റ നമ്മൾ ഈ ഓർഡറിൽ ഞാൻ അറേഞ്ച് ചെയ്തു. അപ്പോൾ ഇതിൽ സംഭവം മനസ്സിലായല്ലോ. 20 വർക്കേഴ്സ് 600 രൂപ സാലറി വാങ്ങുന്നുണ്ട്. ഓക്കെ, അതിന് നമ്മൾ 6 ഷോർട്ടാക്കി ഇട്ടു. അതുപോലെ 8 സാലറി വാങ്ങുന്നത് 14 പേര്, 10 വാങ്ങുന്നത് 7 പേര്. ഇങ്ങനെ അറേഞ്ച് ചെയ്തതാണ് ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം ഡാറ്റ തന്നാൽ എങ്ങനെ മീഡിയൻ കാണാം എന്നുള്ളതാണ്. ഇപ്പോൾ റോ ഡാറ്റ തന്നിരുന്നെങ്കിൽ ഇങ്ങനെ കോമട്ടിട്ടുള്ള മൊത്തം ഡാറ്റ തന്നിട്ടുണ്ടെങ്കിൽ മീഡിയൻ കാണാൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തൊട്ട് മുമ്പ് വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പഠിച്ചിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുക, അസെൻഡിങ് ഓർഡറിലാക്കുന്നു അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലാക്കുന്നു. എന്നിട്ട് മിഡിൽ മോസ്റ്റ് വാല്യൂ അതാണ് മീഡിയൻ എന്ന് കണ്ടെത്തും. എങ്ങനെയാണ് മീഡിയൻ കാണാം അല്ലേ. ഇവിടെ നമുക്ക് മിഡിൽ മോസ്റ്റ് കാണണമെങ്കിൽ ഇതിനൊക്കെ കോമട്ട് ഇങ്ങനെ എഴുതിയാലും നമുക്ക് കിട്ടും. അപ്പോൾ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, തന്ന ഡാറ്റനെ അസെൻഡിങ് ഓർഡർ. ഇപ്പോൾ മീഡിയൻ കാണുന്ന സ്റ്റെപ്സ് നോക്കിക്കോളൂ. ഇതാണ് സ്റ്റെപ്സ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, അറേഞ്ച് ചെയ്ത ഡാറ്റ ഇൻ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡർ. അസെൻഡിങ്ങിലോ ഡിസെൻഡിങ്ങിലോ അറേഞ്ച് ചെയ്യുക. ഇപ്പോൾ നമ്മൾ അസെൻഡിങ്ങിലാണ് ക്വസ്റ്റ്യൻ തന്നത് അല്ലേ, ചെറുതിൽ നിന്ന് വലുതിലേക്കാണ് തന്നത്. അപ്പോൾ ഞാൻ അതുപോലെ തന്നെ അറേഞ്ച് ചെയ്തു. കറസ്പോണ്ടിങ് ഫ്രീക്വൻസി മാറ്റമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ തന്നു. ഇനി നമ്മൾ കാണുന്നത് എന്താ, രണ്ടാമത്തെ സ്റ്റെപ്പ് പറഞ്ഞാൽ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ കാണുക എന്നുള്ളതാണ്. ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ എങ്ങനെ കാണാം, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒജീവ്സ് കാണാൻ വേണ്ടി നമ്മൾ പഠിച്ചതാണ് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ഓക്കെ, അപ്പോൾ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണാൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യത്തെ ഫ്രീക്വൻസി അത് ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാണേണ്ടവർക്ക് വീഡിയോ പോയി കാണാം. ആദ്യത്തെ ഫ്രീക്വൻസി നമ്മൾ 20 ഇവിടെ എഴുതി. പിന്നെ 20ൻ്റെ കൂടെ അടുത്ത ഫ്രീക്വൻസി 34 അല്ലേ, 14 കൂട്ടി. 20ൻ്റെ കൂടെ 14 കൂട്ടിയാൽ 34 കിട്ടും. 34ൻ്റെ കൂടെ 7 കൂട്ടി കഴിഞ്ഞാൽ 41 കിട്ടും. 41 കൂടെ 16 കൂട്ടി 57 കിട്ടും. 57ൻ്റെ കൂടെ 12 കൂട്ടി 69 കിട്ടി. 69ൻ്റെ കൂടെ 2 കൂട്ടി 71. അപ്പോൾ ടോട്ടൽ ഫ്രീക്വൻസി ഇവിടെ നമ്മൾ കൂട്ടി വെച്ചിട്ടുണ്ട് 71 ആണ്. ആകെ 71 വർക്കേഴ്സാണ് ഉള്ളത്. അവരെ വേജസ് ആണ് അറേഞ്ച് ചെയ്ത് വെച്ചത്. അപ്പോൾ ടോട്ടൽ ഫ്രീക്വൻസി സിഗ്മാഫിനെ നമ്മൾ ക്യാപിറ്റൽ N കൊണ്ട് ഡിനോട്ട് ചെയ്യുക. ഇതൊക്കെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതാണ് ഈ യൂണിറ്റിൽ. ഓക്കെ, ക്യാപിറ്റൽ N ഡിനോട്ട് ചെയ്യും. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് N എന്താണെന്ന് പറയാൻ കാരണം നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പിൽ പറയുന്നുണ്ട് എന്താണ്, ഡിറ്റർമിൻ n+1/2 വെൻ n ഈസ് ടോട്ടൽ ഫ്രീക്വൻസി. അപ്പോൾ n ടോട്ടൽ ഫ്രീക്വൻസി ആണെങ്കിൽ n+1/2 ഐറ്റം കാണണം. അപ്പോൾ മീഡിയൻ കിട്ടും. അപ്പോൾ n+1/2 ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഇതാണ് മീഡിയൻ്റെ ഫോർമുല നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ടത്. n+1/2 പറഞ്ഞാൽ n എത്ര, 71. അപ്പോൾ 71 + 1/2 ഐറ്റം. അപ്പോൾ ഇതിൽ എത്ര കിട്ടുക, 72/2, ദാറ്റ് ഈസ് ഈക്വൽ ടു 36th ഐറ്റം. മീഡിയൻ എന്തല്ല, 36 അല്ല മീഡിയൻ, നമ്മളങ്ങനെ തെറ്റ് വരാറുണ്ട്. മീഡിയൻ 36 അല്ല, 36th ഐറ്റമാണ്, 36ാമത്തെ ഐറ്റം. അപ്പോൾ ഇവിടെ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസിയാണ്. അപ്പോൾ 36ാമത്തെ ഐറ്റം കാണാനുള്ള ഷോർട്ട് കട്ടാണ് നമ്മൾ ഈ ഒരു ലെസ് ദാൻ ക്യുമുലേറ്റീവ് കാണുന്നത്. അതായത് ഈ ലെസ് ദാൻ ക്യുമുലേറ്റീവിൽ 20 ഇതിൽ 20 നോക്കി കഴിഞ്ഞാൽ 20 ആളും സാലറി 1 മുതൽ 20 വരെയുള്ള ആൾക്കാർ ഏതാണ്, 6 ആണ്, അല്ലെങ്കിൽ 600 രൂപയാണ് ഡെയിലി വേജസ് വാങ്ങുന്നത്. പിന്നെ 21 മുതൽ 34 വരെയുള്ള ആൾക്കാർ 8 ആണ് സാലറി വാങ്ങുന്നത്. പിന്നെ 35 മുതൽ 41 വരെയുള്ള ആൾക്കാർ എത്രയാണ് വാങ്ങുന്നത്, 10. അപ്പോൾ 35 മുതൽ 41 വരെ എന്ന് പറയുമ്പോൾ 36ാമത്തെ ആൾ ഏതിലാണ് വരുന്നത്, ഇതിൻ്റെ ഉള്ളിലാണ്, 41ലാണ്. 35 മുതൽ 34 വരെ ഇവിടെ വരുന്നുള്ളൂ. അപ്പോൾ 35 മുതൽ 36 വരെയുള്ള ആൾക്കാർ ഇതിലാണ്. അപ്പോൾ നമ്മൾ ഇതിന് നേരെയുള്ള സംഭവം നോക്കും. അപ്പോൾ ഇതിന് നേരെ ആരാ, 10 ആണ്. അപ്പോൾ വേജസ് 10 വാങ്ങുന്നതാണ് മീഡിയൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ മീഡിയൻ വേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, 10 ആണ് മീഡിയൻ വേജ്.
10 എന്ന് കിട്ടും. 10 എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ 10 അല്ല, 10 into 100 ആണ്. അപ്പോൾ നമ്മൾ 100 കൊണ്ട് ഗുണിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, 1000, മീഡിയൻ ഈസ് 1000 എന്ന് എഴുതും. ഈ രീതിയിൽ നമുക്ക് ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ടേബിൾ തന്നു കഴിഞ്ഞാൽ മീഡിയൻ കാണാൻ പറ്റും. ഓക്കെ, ഇതുപോലത്തെ ഒരു പ്രോബ്ലം കൂടി ചെയ്തിട്ട് നമുക്ക് ഈ വീഡിയോ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ഈ ക്വസ്റ്റ്യൻ നോക്കൂ. ദ ടേബിൾ ബിലോ ഷോസ് ദ മാർക്സ് ഒബ്റ്റൈൻഡ് ബൈ 42 സ്റ്റുഡൻസ് ഇൻ ആൻ എക്സാമിനേഷൻ. മാർക്സ് തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ മീഡിയൻ മാർക്ക് കാണണം. ഓക്കെ, അപ്പോൾ മാർക്ക് ഇവിടെ ഇതാണ് 9, 20 ഈ റേഞ്ച് മാർക്ക്. 9 മാർക്ക് വാങ്ങിയവർ 4 സ്റ്റുഡൻസ് ഉണ്ട്. 20 മാർക്ക് വാങ്ങിയവർ 6 സ്റ്റുഡൻസ് ഉണ്ട്. 25 മാർക്ക് വാങ്ങിയവർ 11. ഇങ്ങനെ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ടൈപ്പാണ് തന്നത്. അപ്പോൾ ഇതിൻ്റെ മീഡിയൻ മാർക്ക് ഇതിലേതാണെന്ന് കണ്ടെത്തണം. ഇതിലേതാണ് മീഡിയൻ മാർക്ക് എന്ന്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു സംഖ്യയാണ് ആൻസർ കിട്ടേണ്ടത് അല്ലേ. അപ്പോൾ അതിന് കാണാൻ വേണ്ടി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പോലെ തന്നെ തൊട്ട് മുമ്പ് പറഞ്ഞു. ആദ്യം നമ്മൾ സിഗ്മ ഫ്രീക്വൻസി ഇപ്പോൾ തന്നിട്ടുണ്ട് 42 ആണെന്നുള്ളത്. അപ്പോൾ തന്ന ഡാറ്റ ശരിയാണെങ്കിലേ നോക്കാം. 21. അപ്പോൾ തന്ന ഡാറ്റയിൽ ക്വസ്റ്റ്യനിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ട് 12 ആണ് ഇവിടെ വരിക. ഞാൻ മാറി എഴുതിയതാണ്. അപ്പോൾ ഇവിടെ 7, 2. ഇപ്പോൾ ടോട്ടൽ ഫ്രീക്വൻസി കൂട്ടി നോക്കാം. 10, 21, 21, 33, 33, 40, 42. ടോട്ടൽ ഫ്രീക്വൻസി സിഗ്മ എഫ് കിട്ടി. കാരണം ഇതാണ് നമ്മുടെ N പറഞ്ഞാൽ അല്ലേ. ക്യാപിറ്റൽ N കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ N കിട്ടണം. മീഡിയം കാണാനുള്ള ഫോർമുലയിൽ N വേണം. പിന്നെ ഇനി നമ്മൾ ആദ്യം ഇത് അസെൻഡിങ് ഓർഡറിലല്ലേ നോക്കണം. തന്ന ക്വസ്റ്റ്യൻ അസെൻഡിങ്ങിലാണ്. അപ്പോൾ ഇനി നമുക്കിവിടെ മാറ്റങ്ങളൊന്നും വരുത്താനില്ല. ഇനി ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണുന്നു. നമുക്കറിയാലോ ആദ്യത്തെ ഫ്രീക്വൻസി നമ്മൾ അടുത്ത് എഴുതും. 4ൻ്റെ കൂടെ 6 കൂട്ടും 10, 10ൻ്റെ കൂടെ 11 കൂട്ടും 21, 21ൻ്റെ കൂടെ 12 കൂട്ടും 33 അല്ലേ. 33ൻ്റെ 7 കൂട്ടും 40, 40ൻ്റെ കൂടെ 2 കൂട്ടി 42. അപ്പോൾ ഈ ടോട്ടൽ ഫ്രീക്വൻസി നമുക്ക് ഇവിടെ കിട്ടണം. ഓക്കെ, അപ്പോൾ ഈ ടെക്സ്റ്റിൽ ചിലപ്പോൾ നിങ്ങളുടെ ചില ടെക്സ്റ്റിൽ ഇവിടെ ക്വസ്റ്റ്യൻ 13 തന്നത്. അത് നിങ്ങൾ 12 ആക്കിയാൽ മതി. ഇനി നമ്മൾ എന്ത് ചെയ്യുക, അസെൻഡിങ് ഓർഡർ കണ്ടു. ഇനി ഇത് കാണാം അല്ലേ. മീഡിയം കാണാനുള്ള മെത്തേഡ് ഇതാണ്. n+1/2 ഐറ്റം. n എന്ന് പറഞ്ഞാൽ അത്ര ഇവിടെ നിന്ന് 42 ആണ്. 42 + 1/2 മീഡിയം ഇത് ഈ ഐറ്റാണ് കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് 43/2 എന്ന് കിട്ടും. അതായത് 43/2 എത്ര വരിക, 21.5 അല്ലേ. 21.5th ഐറ്റമാണ്. 21.5th ഐറ്റം ഇതിൽ നോക്കുക. 21th ഐറ്റം നമുക്ക് കിട്ടുമായിരുന്നു അല്ലേ. 21.5th ഐറ്റം എന്ന് പറയുമ്പോൾ അതായിരിക്കും 21ൻ്റെയും 22ൻ്റെയും ഇടയിലാണ് 21.5 എടുക്കുന്നത് അല്ലേ. അപ്പോൾ 21ൻ്റെയും 22ൻ്റെയും ഇടയിലാണ് 21.5 എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ 21ൻ്റെ മീഡിയൻ ഏതാണ്, 25 ആണ്. 22ൻ്റെ മീഡിയൻ എന്താണ്, 40 ആണ്. അപ്പോൾ 2 മീഡിയൻ വരില്ല. അപ്പോൾ നമുക്ക് ഈ 2 മീഡിയൻ്റെയും ആവറേജ് കാണേണ്ടി വരും. നമുക്ക് 21th ഐറ്റത്തിൻ്റെയും 22th ഐറ്റത്തിൻ്റെയും ആവറേജ് എന്ന് പറഞ്ഞാൽ 2 ഐറ്റമാണ്, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ 21th ഐറ്റം ഏതാ, 21th ഐറ്റം എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലേ, 25 പ്ലസ് 22th ഐറ്റം ഏതാ വരുന്നത്. കാരണം 21 കഴിഞ്ഞ് 22 മുതൽ 33 വരെയുള്ള ഐറ്റം ഏതിലാണ് വരുന്നത്, 40 ആണ്. അപ്പോൾ നമുക്ക് 2 മീഡിയം 40 കിട്ടും /2. ദാറ്റ് ഈസ് ഈക്വൽ ടു 65/2 എന്ന് കിട്ടും, 32.5. അപ്പോൾ നമുക്ക് മീഡിയം കിട്ടി 32.5 എന്ന് കിട്ടി. ഇങ്ങനെ മീഡിയം കാണാം. അപ്പോൾ മനസ്സിലായല്ലോ. ഒന്നുകൂടി പറയാം. 21.5 പറയുമ്പോൾ 21th ഐറ്റം ആണെങ്കിൽ നമുക്ക് ഇവിടെ വരുമായിരുന്നു അല്ലേ. 21.5 എന്ന് പറയുമ്പോൾ ഇതിൽ വരില്ല. ഓക്കെ, അപ്പോൾ 21th ഐറ്റവും 22th ഐറ്റവും വരുന്നുണ്ട്. രണ്ടിൻ്റെയും നടുവിലാണ് 21.5 എന്ന് പറഞ്ഞാൽ. അതായത് രണ്ടും കൂട്ടിയാൽ 2 കൊണ്ട് ഇവിടെ നമുക്ക് 21.5 കിട്ടും. അപ്പോൾ ഈ ഐറ്റം 21th ഐറ്റം 22 ഐറ്റം ഏതാന്ന് നോക്കുക. 21th ഐറ്റം ഇതാണ് 25, അതിവിടെ എഴുതി. 22th ഐറ്റം ഏതാ വരുന്നത്, 22 മുതൽ 33 വരെ മാർക്ക് വാങ്ങിയത് എത്ര, 40 ആളുണ്ട്. 40 മാർക്ക് വാങ്ങിയത് 22 മുതൽ 33 വരെയുള്ള ആൾക്കാരാണ്. അപ്പോൾ 22th ഐറ്റം മാർക്ക് വാങ്ങുന്ന ആൾ എത്രയാണ്, 40 ആണ്. അപ്പോൾ 40 22 40 കിട്ടി. അപ്പോൾ ഇത് രണ്ടിൻ്റെയും കൂട്ടിയിട്ട് 2 കൊണ്ട് ഡിവൈഡ് 32.5. ഇപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് ചെയ്യാം. ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇങ്ങനെ എക്സാമിന് അങ്ങനെ ഇത്രയും ടഫായിട്ടോ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും കാണാറില്ല. അപ്പോൾ ഇതിങ്ങനെ വന്നാൽ സംശയങ്ങൾ തീർക്കാൻ വേണ്ടി ഈ ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്തു തന്നേ ഉള്ളൂ. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ കാണാമെന്നുള്ളത് പഠിക്കാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.